ഹായ് ഹലോ. ഇത് നമ്മൾ ബേബി ഔട്ട്ഫിറ്റ് 30 ഡേയ്സ് ചലഞ്ചിലെ 13ാമത്തെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ ഡ്രസ്സാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിൽ പട്ടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇതേപോലെയാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ടോപ്പും ചെയ്തിട്ട് ബാക്ക് സൈഡിൽ ഇതേപോലെ ഹുക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത് നമ്മൾ. എന്നിട്ട് ഇവിടെ ഇതുപോലെ ഇൻവിസിബിൾ സിബും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇൻവിസിബിൾ സിബും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് സ്കേർട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അംബ്രലയായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അംബ്രല ആണെങ്കിലും പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള മോഡലാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ അംബ്രല കട്ട് ചെയ്തിട്ടുള്ള ആ ബാലൻസ് പീസ് ഉണ്ടല്ലോ, അപ്പോൾ ആ പീസ് മതിയിട്ട് നമുക്ക് ടോപ്പിനുള്ളത്. അപ്പോൾ ടോപ്പ് ഞാൻ ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അംബ്രല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ആദ്യം രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് ഇതേപോലെ ഫോൾഡ് ചെയ്യുക രണ്ടാക്കിയിട്ട്. അതിൻ്റെ ശേഷം അതിനെ നമ്മളൊന്ന് കോണാക്കിയിട്ട് ഫോൾഡ് ചെയ്യുക കേട്ടോ. ഇതുപോലെ പിടിച്ചിട്ട് ഇതേപോലെ കോണാക്കിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം എനിക്ക് സ്കേർട്ടിന് വേണ്ട ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 23 ഇഞ്ചാണ് കേട്ടോ സ്കേർട്ട് ലെങ്ത്ത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് താഴേന്ന് ഇങ്ങോട്ട് 23 ഇഞ്ച് ലെങ്ത്ത് എനിക്ക് വേണ്ടത്. ആ 23 ഇഞ്ചിനെ അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം എലാസ്റ്റിക്കിൻ്റെ 1 ഇഞ്ച് മൈനസ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഒരു അരഞ്ച് പോകും, താഴെ ഫോൾഡ് ചെയ്തും അരഞ്ച് പോകും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 23 ഇഞ്ച് ലെങ്ത്ത് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ വേസ്റ്റ് റൗണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നത് നമുക്ക് എത്രയാണോ ഈ ഒരു, അതായത് ഈ ക്ലോത്തിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് 23 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് എത്രയാണോ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ടാണ് എടുക്കേണ്ടത്. കാരണം നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം താണ് കേട്ടോ. അപ്പോൾ ഇവിടെ 23 കിട്ടുന്ന ആ ഒരു ഇതിലേക്ക് ഞാനിവിടെ കറക്റ്റ് ചെയ്തിട്ട് ഈ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇതുപോലെ ടാപ്പ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടണമെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഇവിടെ 18 ഇഞ്ചാണ് കേട്ടോ എനിക്ക് കിട്ടുന്നത്. ആ 18 ഇഞ്ച് നമ്മൾ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ആ 18 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്തിട്ട് ഇതാക്കുക. എനിക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നത് മൊത്തമായിട്ട് വരുന്നത് 21 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ വൺ സൈഡ് നമുക്ക് 5.25 കേട്ടോ. അപ്പോൾ ആ 5.25 നമുക്കിവിടെ ഏകദേശം ഒരു 12.5-13 ഇഞ്ചോളം നമുക്ക് വേസ്റ്റ് റൗണ്ട് വരുന്നുണ്ട്. അത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയായിട്ടാണ് ചെയ്തത്. പിന്നെ ഫ്രണ്ടിൽ പട്ടയും ബാക്കിൽ ഇലാസ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അതിന് ശേഷം നമുക്ക് ലെങ്ത്ത് ഈ 23 ഇഞ്ച് എല്ലാ ഭാഗത്തേക്കും മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ മുകളിൽ ടാപ്പ് വെച്ചതിന് ശേഷം ഇതേപോലെ മുകളിൽ ടാപ്പ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് എൻഡ് വശത്തേക്ക് എത്രയാണ് കിട്ടുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് ഫുള്ളായിട്ട് കിട്ടുന്നത് ഇവിടെ 41.25 കേട്ടോ. അപ്പോൾ ആ 41.25 നമ്മൾ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഫസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ആ 41.25 വരുന്നത് അത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് വെച്ചിട്ട് കട്ട് ചെയ്യാനൊക്കെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും അമ്പറിലേക്ക് ഞാൻ ഈ രീതിക്കാണ് കേട്ടോ ചെയ്യാറ്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളുടെ വേസ്റ്റിൻ്റെ ഒരു ഭാഗം അതുപോലെ തന്നെ ഇവിടെ ലെങ്ത്തും. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്ത് ഈ ഭാഗത്തു കൂടി കട്ട് ചെയ്തെടുക്കുക. ഇത്രയാണ് കേട്ടോ നമുക്ക് അമ്പർലയുടെ കട്ടിങ് വരുന്നുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഈ രീതിക്കൊക്കെ കിട്ടും. നമ്മളിതിന് പ്ലേറ്റ്സ് ഇട്ടിട്ട് ചുരുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാനിതിന് ഫ്രണ്ടിലേക്ക് പട്ടയും ബാക്കിലേക്ക് ഇലാസ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫുൾ വേസ്റ്റ് റൗണ്ട് വന്നിട്ട് 21 ഇഞ്ചാണ് കേട്ടോ ഫുൾ വേസ്റ്റ് റൗണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി വരുന്നത് 10.5 കിട്ടും. 10.5 ഞാൻ 2 ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇലാസ്റ്റിക്കും അതേപോലെ തന്നെ ഈ പട്ട അതാണ് കേട്ടോ 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. ഈ പട്ട നമ്മൾ ഇതുപോലെ എടുക്കുന്നത് 8.5 കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അരഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് നമുക്ക് 2 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് പോകില്ലേ, അങ്ങനെ ഞാൻ ഒരു 9 ഇഞ്ചിൽ ഞാൻ ഈ പട്ട ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇലാസ്റ്റിക്കും എടുക്കുന്നത് കേട്ടോ. ഇലാസ്റ്റിക് എടുക്കുന്നത് ഞാനിവിടെ 8.5 അപ്പോൾ ഞാൻ അതിന് ഇലാസ്റ്റിക്കിന് എക്സ്ട്രാ തയ്യൽ തുമ്പും കാര്യങ്ങളൊന്നും എടുക്കണമെന്നില്ല കേട്ടോ. ഞാൻ കറക്റ്റ് 8.5 തന്നെയാണ് കേട്ടോ എടുക്കണുള്ളൂ ഇലാസ്റ്റിക്. പിന്നെ നമുക്കൊരു 4 ഇഞ്ച് വീതിയുള്ളൊരു അതായത് നമുക്ക് ഇലാസ്റ്റിക് ജോയിൻ ചെയ്യാനുള്ള ഒരു പട്ടയും കൂടിയാണ് കേട്ടോ ഇതിലേക്ക് വേണ്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അളവുകളൊക്കെ മാർക്ക് ചെയ്യുന്നത് ലൈനിങ് ക്ലോത്തിലാണ്. അപ്പോൾ ക്ലോത്ത് ഇതുപോലെ വിരിച്ചിട്ടുണ്ട്. അതിന് ശേഷം മുകളിൽ നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കാം കേട്ടോ. നമ്മൾ നോർമലായിട്ട് യോക്ക് കട്ടിയില്ലേ ആ ഒരു മെത്തേഡ് നെക്ക് സൈഡിൽ നമുക്ക് സിബ് കൊടുക്കണം. നമുക്ക് ഇവിടെ വേണ്ടത് 9 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ. പ്ലസ് അതിൻ്റെ കൂടെ ഞാൻ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് 11 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു 5.5 വയസ്സ് 5 to 5.5 വയസ്സ് ആ ഒരു അളവിലാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിനി ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. ഷോൾഡർ എനിക്ക് വന്നിട്ട് ഇവിടെ 5 ഇഞ്ചാണ്. അപ്പം നമുക്ക് 5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ.
അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഞാനിവിടെ ഒരു 2.25 കേട്ടോ മാർക്ക് ചെയ്യണത്. നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ബോക്സ് രൂപത്തിലാക്കി കൊടുക്കട്ടെ നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഷോൾഡർ സ്റ്റോപ്പ് കൊടുക്കണം. ഒരു 1/4 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് 5 ഇഞ്ച് കേട്ടോ. ഇതേപോലെ വരച്ച് കൊടുക്കാം. ശേഷം നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് 3 to 2.5 ഇഞ്ചൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഈ കർവ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെയ്യണത്. ഇതേപോലെ ഒന്ന് ഇങ്ങനെ കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആം ഹോളൊന്ന് വരച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെസ്റ്റും വേസ്റ്റും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് വന്നിട്ട് എനിക്ക് 21 5.25. അപ്പോൾ ഞാനതൊരു 5.5 ആക്കിയിട്ടുണ്ട്. പിന്നെ 1 ഇഞ്ച് ലൂസും കൂടിയിട്ട് 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഒരു 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേസ്റ്റും എനിക്ക് അത് തന്നെ വരുന്നത്. അപ്പോൾ ഞാനൊരു 6 ഇഞ്ച് അതുപോലെ തന്നെ പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ യോക്കിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കട്ട് ചെയ്തത് വെച്ചിട്ട് നമുക്ക് 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് നമുക്ക് സിബ് വെക്കാനുള്ള ആ ഒരു പോർഷൻ കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. 1/2 to 3/4 ഇഞ്ചൊക്കെ കൊടുക്കുക. ഇതുപോലെ ഞാനിതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു 3/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് നമുക്ക് സിബിനുള്ള ഒരു പോർഷന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 3/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇത് ഒരുമിച്ചിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ ആം ഹോളും അതുപോലെ തന്നെ നെക്കൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഞാനിപ്പോൾ ഒരുപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു പോർഷൻ സിബ് കൊടുക്കാനുള്ള ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്കൊരു 2 പീസും കൂടി വേണം. അപ്പോൾ ഇതിപ്പോൾ നോർമൽ യോക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 2 യോക്കും കൂടിയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ നോർമൽ ഒരു യോക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തില്ലേ, അപ്പോൾ അതിൻ്റെ അളവിൽ ഞാനിതുപോലെ ഒരു നോർമൽ യോക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ 2 പീസ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് സൈഡും ചെയ്തില്ല, അതേപോലെ തന്നെ 2 പീസ് ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ അകലം ഞാനിവിടെ 2 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് അതിന് ശേഷം നമ്മൾ ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഞാനിവിടെ ഒരു 1.5 ഇഞ്ചാണ് കേട്ടോ കൊടുക്കുന്നത് ബാക്ക് നെക്കിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് ഇത് തയ്യൽ തുമ്പടക്കാണ് കേട്ടോ. ഞാനിപ്പോൾ ചെയ്യുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ 2.5 ഇഞ്ച് ഇവിടെ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഇപ്പോൾ ഞാനിവിടെ നെക്കിൻ്റെ റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ആം ഹോളും വരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് ഇട്ട് വരച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരു 3/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഇവിടെ അല്ലേ താഴേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് കേട്ടോ. നെക്കിൻ്റെ അകലല്ലേ ഒരു 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഈ 2 ലൈനും തമ്മിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ നെക്കിൻ്റെ ഒരു 1/2 ഇഞ്ച് വ്യത്യാസം ഇവിടെ ഒരു അകലം ഇവിടെ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതും ഇതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വരച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ പീസ് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഓപ്ഷനും ഫ്രണ്ട് പോർഷനും ഒരുമിച്ചിട്ട് ഫസ്റ്റ് ആം ഹോളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇതുപോലെ ആം ഹോളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോൾഡർ സ്റ്റോപ്പും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആം ഹോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ബാക്ക് സൈഡിൽ നെക്ക് സെപ്പറേറ്റ് ഒന്ന് താഴത്തെ ക്ലോത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്ക് പോർഷൻ സെപ്പറേറ്റ് ഇട്ടിട്ട് ഞാനൊന്ന്
വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്നൊരു ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മാർക്ക് ചെയ്തേ കൂടെ തന്നെ കട്ട് ചെയ്യരുത്. ഇതുപോലെ തയ്യൽ തുമ്പ് എക്സ്ട്രാ വരച്ചതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ നെക്കിൻ്റെ ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ടില്ല. ഞാൻ ആ ഒരു ഭാഗം ഒപ്പം ഓപ്പൺ ചെയ്ത് കൊടുക്കണില്ല കേട്ടോ. അത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. നമുക്ക് നെക്കിൻ്റെ അകലത്തിൽ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അത് ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഇതാക്കുള്ളൂ. ഇതേപോലെ ഞാനിപ്പോൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്യാണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അവിടെ ഒരു പീസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ബാക്ക് പോർഷൻ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ, ഇതേപോലെയാണ് കേട്ടോ വരിക. അപ്പോൾ നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്യാതെ ഞാൻ ഈ നെക്കിൻ്റെ അകലത്തിലൊന്നും വ്യത്യാസം വരാതെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഇനി ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ ആ രീതിക്ക് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചാൽ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഇനി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും. കാരണം ഞാനിത് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റണില്ല കേട്ടോ. ഞാൻ കണ്ടില്ലേ ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം നമുക്ക് ഇവിടുന്ന് തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ പോകാണ്ടല്ലോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയാണ്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ബാക്ക് പോർഷനിൽ ഓൾറെഡി നമ്മളിവിടെ സിബിനുള്ളൊരു സ്പേസും കൂടി വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ ബാക്ക് പോർഷൻ നമുക്ക് ഇതൊക്കെ വർക്ക് മെറ്റീരിയലും കട്ട് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്ലീവ് വർക്ക് മെറ്റീരിയലാണ് കട്ട് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ആം റൗണ്ടിൻ്റെ ഒരു അളവ് എടുക്കുക കേട്ടോ. ഇതേപോലെ എനിക്കിപ്പോൾ 7.75 കിട്ടുന്നത്. നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് മെറ്റീരിയൽ. ഫസ്റ്റ് അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ലെങ്ത്ത് വന്നിട്ട് 14 ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമുക്കൊരു സ്ട്രൈറ്റ് ലൈനായിട്ട് ഇവിടെ കൊടുക്കാം. അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡ് വശത്ത് എനിക്ക് 6 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഒരു 1 സൈഡിലേക്ക് വരും 3ആണ്. അതേപോലെ തന്നെ ഞാനൊരു 1.5 ഇഞ്ച് ലൂസും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഇവിടെ ഞാൻ കറക്റ്റ് ചെയ്തിട്ട് മടക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ നിന്ന് ഒരു താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്നും ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഷേപ്പ് ചെയ്തിട്ട് നമുക്കത് കറക്റ്റായിട്ട് ഒരു 8 ഇഞ്ച് കിട്ടണില്ലേ നോക്കുക. അതിന് ശേഷം നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തും അതുപോലെ തന്നെ ഈ ഷേപ്പ് ചെയ്ത ആം ഹോളിൻ്റെ ഭാഗം തമ്മിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഞാൻ ഫ്രണ്ട് പീസിലേക്കുള്ള വർക്ക് മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ. അതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്ക് സൈഡിലേക്കും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പ്ലെയിൻ വെൽവെറ്റും നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് പ്ലെയിൻ വെൽവെറ്റും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. വെൽവെറ്റ് ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ കറക്റ്റ് മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കണുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ലൈനിങ് ക്ലോത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്ക് മാത്രം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ചെയ്യേണ്ടത് കേട്ടോ. മെയിൻ പണി ചെയ്ത കാരണം കറക്റ്റ് ചെയ്തിട്ട് തന്നെ വെച്ച് കൊടുക്കണം. കാരണം ഇങ്ങനെ വെക്കുമ്പോൾ നെക്ക് കറക്റ്റ് അല്ലേ, അതുപോലെ ആം ഹോൾ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത് നോക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിങ് ഇതുപോലെ മറിഞ്ഞു പോയി കഴിഞ്ഞാൽ രണ്ടും ഒരു സൈഡിലേക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോകും. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചതിൻ്റെ ശേഷമാണ് നമുക്ക് അബദ്ധം പറ്റിയത് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഷേപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ സിബിന് നമ്മൾ വിട്ടിട്ടുള്ള ഒരു ഭാഗമല്ലേ, ആ ഒരു ഭാഗത്തും ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ലൈനിങ് എല്ലാ പീസിലും ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ എക്സ്ട്രാ പീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിനെ പൊട്ടവശത്തേക്ക് ഇതുപോലെ മറിച്ചിടുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെൽവെറ്റിൻ്റെ നല്ല ഭാഗം കിട്ടും. ഇതുപോലെ അങ്ങനെ മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഈ ലൈനിങ്, അതായത് ഈ മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ ലൈനിങ് ക്ലോത്ത് നന്നായി വലിച്ച് കൊടുത്തിട്ട്, അതായത് എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ വലിച്ച് കൊടുത്തിട്ട് അങ്ങനെ, അതായത് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ലൂസാക്കിയിട്ട് ആക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ലൈനിങ് കാണും. അപ്പോൾ ലൈനിങ് കാണാതിരിക്കാൻ നമ്മളിങ്ങനെ വലിച്ച് കൊടുത്തിട്ട് നന്നായി പ്രസ് ചെയ്തിട്ട് ഒന്നുകിൽ അയൺ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഈ ലൈനിങ് ക്ലോത്തിൻ്റെ കറക്റ്റ് അളവിലേക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് ഇവിടെ നമ്മൾ ഇതുപോലെ നോർമൽ യോക്കിൻ്റെ വർക്കൊക്കെ വേണ്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ നോർമൽ യോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നോർമൽ യോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളുടെ ഈ ഒരു ഭാഗങ്ങൾ, അതായത് നമ്മൾ
നെക്കിൻ്റെ ഇവിടുന്ന് ആം ഹോളിൻ്റെ താഴേക്ക് നമ്മൾ കർവ് ചെയ്ത് കൊടുത്തിട്ടില്ല, ആ ഒരു ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് പീസൊക്കെ ഉണ്ട് നമ്മൾ ഈ ബോഡി പാർട്ട് ചെയ്തില്ല അതേപോലെ നമ്മൾ മറിച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അതുപോലെ നമുക്ക് 4 പീസ് ഉണ്ടാവും, ഫ്രണ്ടിലേക്ക് 2 പീസ് ബാക്കിലേക്ക് 2 പീസ് കേട്ടോ. അപ്പോൾ എല്ലാ പീസും അതേപോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ കട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നെക്കിൻ്റെ അകലത്തിൽ ഡിഫറൻസ് വരണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ഭാഗം കട്ട് ചെയ്യാണ്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ഫുള്ളായിട്ടൊന്ന് ചെയ്യാൻ, എന്നിട്ട് പൊട്ടവശത്തേക്ക് മറിച്ചിട്ട് പതിച്ച് ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കണ്ടില്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ശേഷം ഇതുപോലെ നമ്മൾ നോർമലായിട്ട് നെക്കൊക്കെ ചെയ്യില്ലേ, അതുപോലെ ഇതിനെ ഇങ്ങനെ പൊട്ടവശത്തേക്ക് മറിക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ഫുള്ളായിട്ട് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് പോർഷൻ ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതുപോലെ നമ്മൾ യോക്ക് പോർഷൻ എടുക്കുക കേട്ടോ. അതിൻ്റെ മുകൾക്ക് നമ്മൾ ആം ഹോളിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ കറക്റ്റ് ആവുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. 2 സൈഡും ഇതേപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ആദ്യം ഈ ആമോളിൻ്റെ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക, അതേപോലെ തന്നെ ഈ താഴെ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്ക് പോർഷനും അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും ഇതുപോലത്തെ ഒരു പീസൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ നോർമലായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളുടെ ഈ ഓപ്പൺ വരുന്ന, അതായത് ഈ ബാക്ക് സൈഡത്തെ ഓപ്പൺ വരുന്ന ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, അവിടുന്ന് നമ്മൾ ഇതുപോലെ പൊട്ട വശത്തുനിന്ന് ഇതുപോലെ നമ്മളൊരു പീസ് കുറച്ച് ഭാഗം പുറത്തേക്ക് ഇങ്ങനെ തള്ളി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മളൊരു പീസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. വശത്ത് വെച്ചിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ ഈ ഒരു പോർഷൻ ശ്രദ്ധിക്കുക, അതായത് 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യട്ടോ. എന്നിട്ട് കൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളിതിനെ നോർമലായിട്ട് ചെയ്യണ പോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ അങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ബാലൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് അളവ് നോക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതേപോലെ ഇത് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതുപോലെ കോളറൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ബാക്ക് സൈഡിൽ നമുക്ക് ഇവിടെ ഹുക്ക് കൊടുക്കാണ്ട്, അതേപോലെ തന്നെ ബാക്കിൽ സിബും കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സ്ലീവ് എടുത്തിട്ടുണ്ട്. സ്ലീവ് ഇതുപോലെ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം അതുപോലെ നമ്മൾ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ നമുക്ക് ഇതിലൊക്കെ ലേസ് വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ലേസൊക്കെ വെച്ച് കൊടുക്കുന്നത്. അതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗം ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിനി ഇത് ഫസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ലാസ്റ്റിലേക്ക് വെച്ചത്. അതിന് ശേഷം ഈ ഒരു ടൈപ്പ് ലേസാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഇതുപോലെ വെച്ചിട്ട് അങ്ങനെ മൊത്തമായിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ, കംപ്ലീറ്റ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ നെക്കിൻ്റെ റൗണ്ടിൽ കൂടിയും ഈ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഫുള്ളായിട്ടൊന്ന് ലേസ് വെച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഇതുപോലെ ലേസൊക്കെ വെച്ചെടുത്തിട്ടുണ്ടല്ലോ, കണ്ടില്ലേ ഫുള്ളായിട്ട് ഈ കോളറിൻ്റെ ചുറ്റും ലേസ് വെച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ ബാക്ക് സൈഡിലും അതുപോലെ തന്നെ ഇനി നമുക്ക് സിബ് വെക്കാണ്ട്. ഇനി അതിൻ്റെ ശേഷം നമ്മളിതിൻ്റെ സ്ലീവിൻ്റെ ഈ ആം ഹോളിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് വരെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. ഫസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം വരെ ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു 1 ഇഞ്ച് വരെയൊക്കെ ഷേപ്പ് ചെയ്യണം. കാരണം നമ്മൾ എൻ്റെ ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് ഫുള്ളായിട്ട് ഷേപ്പ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ക്രോപ്പ് ടോപ്പായ കാരണം കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുക. കാരണം എന്താ വെച്ചെങ്കിൽ എന്തെങ്കിലും ഡിഫറൻസും കാര്യങ്ങളും നമുക്കിത് അഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്തതിന് ശേഷമാണ്. അതല്ല നമ്മൾ ഫുള്ള് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവ് വരെ ഷേപ്പ് ചെയ്തിട്ട് അവിടുന്ന് വേണമെങ്കിൽ ഒരു താഴേക്ക് ഒരു 1 ഇഞ്ച് വരെയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അവിടെ നിർത്തുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം വരെ ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളെ ലെങ്ത്ത് എത്രയാണോ വേണ്ടിച്ചെങ്കിൽ കറക്റ്റ് ചെയ്തിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കിവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക 2 സൈഡിലും. അതിന് ശേഷം അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ബാലൻസ് ഉള്ള പീസ് നമ്മൾ ഇവിടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. വേണ്ടത് ഇതുപോലെ 2 ഫോൾഡ് ചെയ്യുക. ഫസ്റ്റ് ഒരു ഫോൾഡ് ചെയ്തിട്ട് പിന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത്, അപ്പോൾ ഞാൻ കുറച്ച് വീതിക്കാണ് കേട്ടോ ഞാൻ ഫോൾഡ് ഈ രീതിക്ക്. അതേപോലെ തന്നെ ബാക്ക് സൈഡും നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. അതിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ ഇതാ സൈഡൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിബ് ഒന്ന് അറ്റാച്ച് ചെയ്ത്, അപ്പോൾ സിബ് ഞാൻ ഇവിടുന്ന് താഴെ നിന്ന് മുകളിലേക്കാണ് കേട്ടോ സിബ് വെക്കുന്നത്. അതായത് ഇവിടെ ഞാനൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് താഴെ നിന്ന് മുകൾക്കാട്ടോ സിബ് വെക്കണത്. ഈ ഭാഗം നല്ല ഷേപ്പിലുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ സിബ് വെച്ച് ഇവിടെ കൂട്ടിയടിച്ച് മുകൾ ഭാഗം സിബ് വെച്ചാൽ നമുക്ക് ഈ ഒരു ഭാഗം കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലാകുമ്പോൾ ഇവിടെ നെക്കിൻ്റെ ഭാഗം കുഴപ്പമില്ല, കാരണം ഇത്രയും ഭാഗം ഓപ്പൺ ആയ കാരണം കൊണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് കേട്ടോ നമുക്ക് ഓപ്പൺ വേണ്ടത്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഞാൻ സിബ് വെച്ച് കൊടുക്കുന്നത്. ചെയ്തിട്ട് ബാക്ക് സൈഡിൽ ഇതേപോലെ ഹുക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. നമ്മൾ ഇതുപോലെ ന്യൂസിൻ്റെ സിബും കൊടുത്തിട്ടുണ്ട് കേട്ടോ.
കമ്പറിലെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ഈ സൈഡ് ഭാഗം 2 ഭാഗം ജോയിൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകൾ എടുക്കുക. അപ്പോൾ ഇതുപോലെ സ്കേർട്ടിൻ്റെ ഒരു ഭാഗം ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിക്കായിട്ട് പ്ലീറ്റ്സ് ഇട്ടത് ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് വരും കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ ലൂസായിട്ട് പ്ലീറ്റ്സ് ഇട്ട ഭാഗം ബാക്കിലേക്ക് കിട്ടും. അതായത് ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലത്തെ പട്ടയും ബാക്കിൽ ഇലാസ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ ഈ ഇലാസ്റ്റിക്കും പട്ടയും ഇതുപോലെ എടുത്തിട്ട് ഞാനിത് ഇങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ പൊട്ടവശത്ത് ഇതേപോലെ നമ്മൾ ഒരു 4 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മൾ പൊട്ടവശത്ത് വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഫുള്ളായിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ സ്കേർട്ടിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇലാസ്റ്റിക് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ. ഒരു സൈഡിൽ ഇലാസ്റ്റിക്കും അതുപോലെ തന്നെ ഈ ഫ്രണ്ട് പോർഷനും പട്ടി ഞാൻ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നോർമലായിട്ട് ഇലാസ്റ്റിക് വെക്കുന്ന അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ടുണ്ടാവുക. അതിന് ശേഷം ഞാനിതുപോലെ എൻ്റെ ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ലേസ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നോർമലായ രീതിയിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ലേസ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ആദ്യം നമ്മൾ താഴ്ഭാഗത്ത് വെച്ചിട്ട് അടിക്കുക, എന്നിട്ട് മുകൾ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അതുപോലെ കേട്ടോ ഞാൻ ലേസ് വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ സ്കേർട്ടിൻ്റെ ഫുൾ വർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ടോപ്പിൻ്റെയും ഇതേപോലെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാൻ ടോപ്പിൻ്റെ ഇവിടെ ഇതുപോലെ കോളറിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ഹുക്കൊക്കെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫുള്ളായിട്ട് ലേസും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ.